ഡിയർ സ്റ്റുഡൻസ്, മെട്രിക്സസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെട്രിസസ് എന്താണെന്നും ഒപ്പം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിസസ് അതും നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേഷൻസ് ഓഫ് മെട്രിസസ്, മെട്രിസസിൻ്റെ കാൽക്കുലേഷൻസ്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. തുടർന്ന് വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് മെട്രിക്സസിൻ്റെ അഡീഷൻ നോക്കാം. രണ്ട് മെട്രിക്സുകൾ ഇവിടെ തന്നിട്ടുണ്ട്, എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും. ഇവിടെ മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് എ പ്ലസ് ബി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എ എന്ന് പറയുന്ന മെട്രിക്സിലെ എലമെൻസിനെ ബി എന്ന് പറയുന്ന മെട്രിക്സിലെ എലമെൻസുമായിട്ട് ആഡ് ചെയ്താൽ മതിയാവും. ഇതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻസ് ഈ 4-നെ 1-ഉമായിട്ട് ആഡ് ചെയ്യുന്നു, 8-നെ 0-ആയിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മെട്രിക്സസിൻ്റെ അഡീഷൻസ് പൂർത്തിയാക്കാം. നോക്കുക, രണ്ട് മെട്രിക്സസും നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇടയ്ക്ക് പ്ലസ് ചിഹ്നം കൊടുത്തു. ഇനി ഈ മെട്രിക്സസ് ആഡ് ചെയ്തെടുക്കാം. 4+1 അല്ലേ, 4+1 എന്ന് എഴുതി നമ്മൾ ഇവിടെ വേറൊരു മെട്രിക്സ് പോലെ എഴുതുന്നു, 4+1. ഇത് നമുക്ക് നേരിട്ട് ആഡ് ചെയ്ത് ഒറ്റ സ്റ്റെപ്പിൽ തീർക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും മനസ്സിലാകുന്നതിന് വേണ്ടി ഇടയ്ക്കൊരു മെട്രിക്സ് സ്റ്റെപ്പ് നമ്മൾ എഴുതിയിരിക്കുന്നു മാത്രം. ആദ്യം 4+1, ദെൻ 8+0, ദെൻ 3+5, ദെൻ 7+2. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്ത് പുതിയ ആൻസർ ആയിട്ടുള്ള മെട്രിക്സ് നമ്മൾ കണ്ടെത്തുന്നു. 4+1 5, 8+0 8, 3+5 8, 7+2 9. അപ്പോൾ ഇതാണ് ആൻസർ. അത് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒരു മെട്രിക്സിൻ്റെ എലമെൻസും മറ്റേ മെട്രിക്സിൻ്റെ എലമെൻസും തമ്മിൽ നേരിട്ട് നമുക്ക് ആഡ് ചെയ്താൽ മതി. വേറെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അതിലില്ല. നമുക്ക് സബ്ട്രാക്ഷൻ നോക്കാം. സബ്ട്രാക്ഷനും അഡീഷനും ഒരുപോലെ തന്നെയാണ്, സിമ്പിളാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇവിടെ നോക്കുക, ഇത് എ എന്ന് പറയുന്ന മെട്രിക്സും ഇത് ബി എന്ന് പറയുന്ന മെട്രിക്സുമാണെന്ന് കരുതുക. അത് തമ്മിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ 1 - 9 കണ്ടോ, 1 - 9 ഈ 1-നെ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് ആയിട്ടുള്ള ബി എന്ന് പറയുന്ന മെട്രിക്സിലെ നമ്പറിൽ നമ്മൾ മൈനസ് ചെയ്യുന്നു. 1 - 9, then 2 - 8, 2 - 8, 3 - 7. അതുപോലെ തന്നെ 4 - 6, 5 - 5, 6 - 4, 7 - 3, 8 - 2, 9 - 1. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഉത്തരം പുതിയ ഫൈനൽ ആൻസർ ആയിട്ടുള്ള മെട്രിക്സിലേക്ക് എഴുതിയാൽ മതി. 1 - 9 -8 ആണ്, 2 - 8 -6 ആണ്, 3 - 7 -4 ആണ്, 4 - 6 -2 ആണ്, 5 - 5 0 ആണ്, 6 - 2 2 ആണ്. അങ്ങനെ നമ്മൾ ഫൈനൽ ആൻസർ കണ്ടെത്തുന്നു. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ്. ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ നമ്പർ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നതിന് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. സ്കേലാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയൽ നമ്പേഴ്സാണ്. അതായത് മെട്രിക്സിനകത്ത് എഴുതുന്നതിന് പകരം നമ്മളൊരു സാധാരണ ഒരു നമ്പർ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്കേലാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. When we work with matrices, we refer to real numbers as scalars. In scalar multiplication, each entry in the matrix is multiplied by the given scalar. ഒരു സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ ആ മെട്രിക്സിലെ ഓരോ എൻട്രീനെയും, ഈ മെട്രിക്സ് ആണെങ്കിൽ ഈ 4 എൻട്രിയെയും നമ്മൾ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പം നോക്കുക, ഇവിടെ 4a കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇതിലെല്ലാ എൻട്രീനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈച്ച് എൻട്രി ഇൻ ദ മെട്രിക്സ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദി ഗിവൺ സ്കേലാർ. ഇനി ഇവിടെ വെച്ച് തന്നെ നമുക്കൊരു കാര്യം കൂടെ പറഞ്ഞു പോകാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സിൽ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന റിസൾട്ടായിട്ടുള്ള മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും നോക്കുക. എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ അല്ലെങ്കിൽ ഡയമെൻഷൻ m/n ആണ്. m എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? m എന്ന് പറയുന്നത്
നമ്പർ ഓഫ് റോസ് ആണ് അല്ലേ. n എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. ഇവിടെ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ n എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് റോസ്, പി എന്നത് നമ്പർ ഓഫ് കോളംസ്. അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ട് മെട്രിക്സുകളുടെയും ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എത്രയായിരിക്കും? ഇവിടെ m/p ആണ്. അപ്പം അങ്ങനെ രണ്ട് മെട്രിക്സുകൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒബ്ജക്റ്റീവ് ടൈപ്പൊക്കെ ആയിട്ട് 2 മാർക്കിൻ്റെയൊക്കെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആദ്യത്തെ മെട്രിക്സിൻ്റെ ഓർഡർ ഇങ്ങോട്ട് എഴുതുക. ഇവിടെ 2 × 2 അല്ലെങ്കിൽ 3/2 എന്ന രീതിയിൽ ഇവിടെ എഴുതുക. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഓർഡർ ഇവിടെ എഴുതുക. അതിനുശേഷം ആദ്യത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ് അതെഴുതുക. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസ് ഇവിടെ ഉണ്ട്. എമ്മും പിയും എടുത്തുകൊണ്ട് m/p എന്ന് നമ്മൾ എഴുതി. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാം. ഇനി ഇവിടെ എങ്ങനെയാണ് ഈ മെട്രിക്സിൻ്റെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിരിക്കുന്നത് നോക്കുക. ഇവിടെ ഇഫ് a ഈസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് 4a. 4 കൊണ്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ആണ് ഉദ്ദേശിക്കുന്നത്. ഫൈൻഡ് 4a. 4 × ദിസ് മെട്രിക്സ്. അവിടെ നമുക്ക് ഈ സ്കേലാറിനെ ഈ മെട്രിക്സിലെ ഓരോ എൻട്രികളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് താഴോട്ട് എഴുതിയാൽ മതി. നോക്കുക, 4 × 10 ആദ്യം 4 × 10, then 4 × 9, 4 × 9, then 4 × -1, then 4 × 4. അതിനുശേഷം കിട്ടുന്ന ആൻസറിനെ ഫൈനൽ മെട്രിക്സ് ആയിട്ട് നമ്മൾ എഴുതുന്നു. 4 × 10 4, 4 × -9 -36, 4 × -1 -4, 4 × 4 16. അപ്പം ഇങ്ങനെയാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്, അതിൽ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. ഇത് നിങ്ങൾ അല്പം ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? അതിനൊരു പ്രത്യേക ഓർഡറുണ്ട്. ആ ഓർഡറിൽ തന്നെ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് ഓർഡർ തെറ്റാതെ കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി അത് മനസ്സിലാക്കുക. നോക്കുക, ഇവിടെ രണ്ട് മെട്രിക്സുകൾ, ഒരു 2/2 രണ്ട് മെട്രിക്സുകൾ നൽകിയിട്ടുണ്ട്. ഈ മെട്രിക്സിനെയും ഈ മെട്രിക്സിനെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും നമ്മൾ റോയിനെ കോളവുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആദ്യത്തെ റോയെ ആദ്യത്തെ കോളവുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ റോയെ ആദ്യത്തെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൽ തന്നെ ആദ്യത്തെ റോയിലെ ഒന്നാമത്തെ നമ്പറിനെ ആദ്യത്തെ കോളത്തിലെ ഒന്നാമത്തെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനുശേഷം ഒന്നാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെൻറ്റിനെ രണ്ടാമത്തെ കോളത്തിലെ രണ്ടാമത്തെ എലമെൻറ്റ് തമ്മിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു പ്ലസ് ചിഹ്നം കൊടുക്കുകയും ചെയ്യുന്നു. നോക്കുകയും ഇവിടെ ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെൻറ്റ് നമ്മൾ ആദ്യം എടുക്കുന്നു 1 അല്ലേ. അതിനെ ഒന്നാമത്തെ കോളത്തിലെ ഒന്നാമത്തെ എലമെൻറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × -1, 1 × -1. അതിനുശേഷം പ്ലസ് ചിഹ്നം കൊടുക്കണം, കാരണം ഇനിയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. ഒന്നാമത്തെ റോയിൽ തന്നെ രണ്ടാമത്തെ എലമെൻറ്റിനെ ഒന്നാമത്തെ കോളത്തിലെ രണ്ടാമത്തെ എലമെൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 0 × 3. ഒന്നുകൂടെ പറയാൻ നോക്കുക, ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെൻറ്റിനെ ഒന്നാമത്തെ കോളത്തിലെ ഒന്നാമത്തെ എലമെൻറ്റുമായിട്ട് നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 1 × -1. ശേഷം പ്ലസ് ചിഹ്നം ഇടുക, നമുക്ക് കൂട്ടിയെടുക്കാനുള്ളതാണ് ഇത് തമ്മിൽ. ശേഷം വീണ്ടും ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെൻറ്റും ഒന്നാമത്തെ കോളത്തിലെ രണ്ടാമത്തെ എലമെൻറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് തമ്മിൽ നമ്മൾ കൂട്ടിയെടുക്കുന്നു. 1 × -1 എത്രയാണ്? -1 ആണ്. പ്ലസ് ചിഹ്നം 0 × 3 0 ആണ്. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് നമ്മൾ റിസൾട്ട് കിട്ടേണ്ട മെട്രിക്സിലെ ആദ്യത്തെ എലമെൻറ്റ് എത്രയായിട്ട് വന്നു? -1 ആയിട്ട് വന്നു. ഞാൻ ആദ്യം ഒന്നുകൂടെ പറയാം, കാരണം റോകളും കോളങ്ങളും തമ്മിലാണ് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ആദ്യത്തെ റോ ആദ്യത്തെ കോളം, വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ആദ്യത്തെ റോ രണ്ടാമത്തെ കോളം, അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ആദ്യത്തെ റോ ആദ്യത്തെ കോളം, ആദ്യത്തെ റോ തന്നെ കണ്ടോ, ആദ്യത്തെ റോ തന്നെ രണ്ടാമത്തെ കോളം. അപ്പോഴാണ് നമുക്ക് ആ മെട്രിക്സിൽ രണ്ടാമത്തെ സംഖ്യ കിട്ടുക.
അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ റോ എടുക്കണം. രണ്ടാമത്തെ റോയിനെയും നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ റോയെയും ഫസ്റ്റ് കോളം കൊണ്ടും സെക്കൻഡ് കോളം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നോക്കുക, ഇവിടെ രണ്ടാമത്തെ റോയെ നമ്മൾ എടുത്തിരിക്കുന്നു. രണ്ടാമത്തെ റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അതിനുശേഷം അത് പൂർത്തിയായതിനു ശേഷം രണ്ടാമത്തെ റോ ഇൻറ്റു സെക്കൻഡ് കോളം. ചെയ്തിരിക്കുന്നത് നോക്കിയേ, -3 സെക്കൻഡ് റോയിലെ ആദ്യത്തെ എലമെൻറ്റ് -3 ഇൻറ്റു -1. -3 ഇവിടെ നോക്കിയാൽ മതി. -3 ഇൻറ്റു -1. -3 ഇൻറ്റു -1 3. അതിനുശേഷം 2 ഇൻറ്റു -1. 2 ഇൻറ്റു -1 6. നിങ്ങൾ കൂട്ടിയെടുക്കണം 9. വീണ്ടും സെക്കൻഡ് റോ ആദ്യത്തെ എലമെൻറ്റ് -3 സെക്കൻഡ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട അല്ലേ? ഇവിടെ നമ്മുടെ ഫസ്റ്റ് കോളം തീർന്നു. ഇനി സെക്കൻഡ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -3 ഇൻറ്റു 4 അല്ലേ? -3 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു 5 -12 പ്ലസ് 10 കിട്ടും. ഇവിടെ -2. അപ്പോൾ ഈ ഫൈനൽ ആൻസറുകൾ വെച്ചുകൊണ്ട് നമ്മൾ മെട്രിക്സ് എഴുതുന്നു. നോക്കുക, -1 4 9 -2. ഇപ്പം ഇങ്ങനെയാണ് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിൻ്റെ മുന്നോട്ട് ആപ്ലിക്കേഷൻസ് നമുക്ക് വളരെ കൂടുതൽ വരുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോവുക. നോക്കാം, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഈ രീതിയിലും വരാം. എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിനുശേഷം ബി എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. ദെൻ സിയും തന്നിട്ടുണ്ട് അല്ലേ? 3 മെട്രിക്സുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഓർഡർ 3/3 മെട്രിക്സുകൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വെരിഫൈ ദാറ്റ് എ ഇൻറ്റു ബി സി ഈസ് ഈക്വൽ ടു എ ബി ഇൻറ്റു സി. ഇതാണ് നമ്മളോട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ബി സി കണ്ടുപിടിക്കണം. അതായത് ബി ഇൻറ്റു സി. ബി എന്ന് പറയുന്ന മെട്രിക്സിനെ സി എന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇവിടെ ബി സി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആ കിട്ടുന്ന ഉത്തരത്തെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എ ഇൻറ്റു ബി സി ആകും. ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ എ ബി കണ്ടുപിടിക്കണം. എ ബി അതായത് ഈ മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? എ ബി എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുന്നു. അതിനെ നമ്മൾ സിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് എ ബി ഇൻറ്റു സി. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ഉത്തരം, ഈ രണ്ട് ഉത്തരങ്ങളും സെയിം ആണ്, ഈക്വൽ ടു സൈനാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? എ ഇൻറ്റു ബി സി ഈസ് ഈക്വൽ ടു എ ബി ഇൻറ്റു സി എന്നുള്ളത് വെരിഫൈ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലെ ബി സി കണ്ടുപിടിക്കാം അല്ലേ? ഈ ബി സിനെ കണ്ടുപിടിക്കാം. ബി എന്ന് പറയുന്ന മെട്രിക്സിനെ സി എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ബി സി കണ്ടുപിടിക്കാം. നോക്കുക, ബി സി ഈസ് ഈക്വൽ ടു, രണ്ട് മെട്രിക്സുകളും നമ്മൾ അടുത്തടുത്ത് എഴുതിയിരിക്കുന്നു. ഇത് ബി എന്ന് പറയുന്ന മെട്രിക്സ്, ഇത് സി എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. കുറച്ച് മുമ്പ് പഠിച്ചതുപോലെ ഓരോ റോയിനെയും എല്ലാ കോളംസുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്തേണ്ടതുണ്ട്. നമുക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഫസ്റ്റ് റോ എടുക്കുന്നു അല്ലേ? ഫസ്റ്റ് റോ എടുക്കുന്നു. ഫസ്റ്റ് റോയിലെ എലമെൻസിനെ ഫസ്റ്റ് കോളത്തിലെ എലമെൻസുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. നോക്കുക, -2 ഇൻറ്റു 1. -2 ഇൻറ്റു 1 -2 അല്ലേ? ആൻസർ മാത്രമാണ് എഴുതി പോകുന്നത്. -2 ഇൻറ്റു 1 -1. ഇനി പ്ലസ് 4 ഇൻറ്റു 0. 4 ഇൻറ്റു 2 ആണല്ലേ? കാരണം കോളം വൈസ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 4 ഇൻറ്റു 2 8 ആണ് ആൻസർ. ഇനി -5 ഇൻറ്റു 1. -5 ഇൻറ്റു 1 -5. അപ്പോൾ ഒരു റോയും ഒരു കോളവും നമ്മൾ പൂർത്തിയാക്കി. ഇനി നമ്മൾ വീണ്ടും എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും ഇതേ റോ തന്നെ അല്ലേ? റോ അത് തന്നെ, കോളം മാത്രം മാറുന്നു. ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അതിനുശേഷം അത് ഇവിടെ കാണിക്കണം. നോക്കുക, -2 ഇൻറ്റു 0. -2 ഇൻറ്റു 0 0 ആണ്. ദെൻ 4 ഇൻറ്റു 1. 4 ഇൻറ്റു 1 4 ആണ്. ഇനി -5 ഇൻറ്റു 0. -5 ഇൻറ്റു 0 0 ആണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് റോയിനെ. ഇനി വീണ്ടും ഫസ്റ്റ് റോയിനെ തന്നെ
തേർഡ് കോളം കൂടെ ഉണ്ടല്ലേ, അതുകൊണ്ട് തേർഡ് കോളവുമായിട്ടും അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -2 ഇൻറ്റു 1 -2, 4 ഇൻറ്റു 5 20, -5 ഇൻറ്റു 0 0. ഇപ്പോൾ നമ്മൾ ഒരു റോയിനെ, ഫസ്റ്റ് റോയിനെ 3 കോളംസുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ ലൈൻ ആദ്യത്തെ റോ നമുക്ക് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ റോ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? രണ്ടാമത്തെ റോയും ഈ 3 കോളങ്ങളും തമ്മിൽ ഇനി മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ റോയിൽ ഫസ്റ്റ് ഐറ്റം 1 ഇൻറ്റു 1 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 2 4, -1 ഇൻറ്റു 1 -1. അപ്പോൾ ആദ്യത്തെ കോളം കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ റോയിനെ തന്നെ രണ്ടാമത്തെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കുക, 1 ഇൻറ്റു 0 0, 2 ഇൻറ്റു 1 2, -1 ഇൻറ്റു 0 0. ഇനി നമുക്ക് സെക്കൻഡ് റോയിനെ തേർഡ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 5 10, -1 ഇൻറ്റു 0 0. അപ്പോൾ നമ്മൾ 2 റോ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി മൂന്നാമത്തെ റോയിലേക്ക് വരിക. മൂന്നാമത്തെ റോയിനെയും അതുപോലെ തന്നെ 3 കോളങ്ങളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0 ഇൻറ്റു 1 0, 0 ഇൻറ്റു 2 0, 5 ഇൻറ്റു 1 5. ഇനി രണ്ടാമത്തെ കോളം എടുക്കുന്നു. 0 ഇൻറ്റു 0 0, 0 ഇൻറ്റു 1 0, 5 ഇൻറ്റു 0 0. മൂന്നാമത്തെ കോളം എടുക്കുന്നു. 0 ഇൻറ്റു 1 0, 0 ഇൻറ്റു 5 0, 5 ഇൻറ്റു 0 0. അപ്പം നമ്മളിവിടെ 3 റോസും പൂർത്തിയായിരിക്കുകയാണ് അല്ലേ. 3 റോസും 3 കോളവും നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ BC എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കുന്നു. ഇതാണ് BC എന്ന് പറയുന്നത് അല്ലേ. ആൻസർ ഇതാണ് BC. നമുക്ക് ഇത് തമ്മിൽ കൂട്ടിയെടുക്കുക. മൈനസ് ചിഹ്നങ്ങൾ തമ്മിൽ ആദ്യം കൂട്ടി നോക്കുക. -5ഉം -2ഉം -7 ആണ്. -7ഉം 8ഉം. അപ്പോൾ ആൻസർ അത് വരും +1 +1 ഉത്തരം കിട്ടുന്നു. ഇനി ഇവിടെ 4 അല്ലേ, ആൻസർ 4 ആണ്. ആൻസർ 4. ഇനി ഇവിടെ -2ഉം +20ഉം അല്ലേ. അപ്പോൾ -18 +18 അല്ലേ. പ്ലസ് ചിഹ്നമാണ് കൂടുതൽ, അതുകൊണ്ട് +18. അതിനുശേഷം ഇവിടെ കൂട്ടിയെടുക്കുക. 4 + 1 5, 5 - 1 4 അല്ലേ. ഇനി ഇവിടെ നോക്കുക, ഇവിടെ 2 ആണ് ഉത്തരം. ഇവിടെ 10 + 1 11, ഇവിടെ 5 ആണ് ഉത്തരം. ദെൻ ഇവിടെ 0, ഇവിടെ 0. അപ്പോൾ ഇതാണ് BC എന്ന് പറയുന്ന മെട്രിക്സ്. ഇതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ A ഇൻറ്റു BCയിലെ BC കണ്ടുപിടിച്ചു അല്ലേ. ഇനി നമുക്ക് A ഇൻറ്റു BC, ഈ Aനെ BC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ A എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിനെ നമുക്ക് ഈ കിട്ടുന്ന BC എന്ന് പറയുന്ന മെട്രിക്സോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതാണ് A. ഈ A ആണ് നമ്മൾ ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്. ഇതാണ് BC നമ്മളിപ്പോൾ കണ്ടുപിടിച്ച BC എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ A ഇൻറ്റു BC. നമ്മളിപ്പോൾ ചെയ്ത അതേ റൂൾ തന്നെയാണ് അപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് ഇതിലും കാണിച്ചു തരാം. നമുക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ റോ എടുക്കുക, 3 കോളങ്ങളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ റോ എടുക്കുക, 3 കോളങ്ങളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൂന്നാമത്തെ റോ എടുക്കുക, 3 കോളങ്ങളുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നാമത്തെ റോ എടുക്കുന്നു, ആദ്യത്തെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 4 8, 1 ഇൻറ്റു 5 5. ആദ്യത്തെ കോളം കഴിഞ്ഞു. ഇനി ആദ്യത്തെ റോയിനെ രണ്ടാമത്തെ കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻറ്റു 4 4, 2 ഇൻറ്റു 2 4, 1 ഇൻറ്റു 0 0. ഇനി നമുക്ക് മൂന്നാമത്തെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 18 18, 2 ഇൻറ്റു 11 22, 1 ഇൻറ്റു 0 0. അപ്പോൾ ആദ്യത്തെ റോ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ റോ എടുക്കുക. ഈ രണ്ടാമത്തെ റോയിനെയും 3 കോളങ്ങളെ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് രണ്ടാമത്തെ റോയെ ഫസ്റ്റ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കുക, 2 ഇൻറ്റു 1 2, -1 ഇൻറ്റു 4
-4, 0 × 5 0. അപ്പോൾ ആദ്യത്തെ കോളം കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ കോളവുമായിട്ട് ഈ സെക്കൻഡ് റോയിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 4 8 അല്ലേ, 24 8. ഇനി -1 × 2 -2, 0 × 0 0. അതിനുശേഷം ഇനി നമുക്ക് മൂന്നാമത്തെ കോളവുമായിട്ട് സെയിം റോയിനെ തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കുക, 2 × 18 36, -1 × 11 -11, 0 × 0 0. അപ്പോൾ നമ്മൾ സെക്കൻഡ് റോ പൂർത്തിയാക്കി. ഇനി നമുക്ക് തേർഡ് റോ എടുക്കാം. തേർഡ് റോയിനെ നമുക്ക് 3 കോളംസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഫസ്റ്റ് കോളം എടുക്കുക. 0 × 1 0, 1 × 4 4, 8 × 5 40. ഇനി രണ്ടാമത്തെ കോളം എടുക്കുക. 0 × 4 0, 1 × 2 2, 8 × 0 0. ഇനി അവസാനമായിട്ട് ഈ തേർഡ് കോളം എടുക്കുക. 0 × 18 0, 1 × 11 11, 8 × 0 0. ഇനി നമുക്കിതെല്ലാം ഒന്ന് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് A × BC എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടും. അപ്പോൾ കൂട്ടി നോക്കുക, നിങ്ങൾക്ക് ആൻസർ 14 18 40 -2 6 25 44 2 11 എന്നുള്ള ഈ ഒരു ഫൈനൽ A × BC എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് A × BC ആണല്ലേ. BC ആദ്യം കണ്ടുപിടിച്ചു, അതിനെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് A × BC കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതുകൂടി ചെയ്യേണ്ടതുണ്ട്. ഇതുകൂടി ചെയ്തതിന് ശേഷം കിട്ടുന്ന ആൻസർ ഈ ആൻസറുമായിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്, രണ്ടും ഈക്വൽ ആണോ എന്നുള്ളത്. അപ്പോൾ നമുക്കിനി ആദ്യം എന്താണ് ചെയ്യേണ്ടത്? AB കണ്ടുപിടിക്കണം അല്ലേ. എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതിനുശേഷം അതിനെ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കുക, എയും ബിയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. A എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്, B എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് റോയിനെ 3 കോളംസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ സെക്കൻഡ് റോയ്സിനെ 3 കോളംസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. തേർഡ് റോയും 3 കോളംസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം ഫസ്റ്റ് റോയിനെ ഇവിടെ ഫസ്റ്റ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ആൻസർ ഇത് ലഭിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് റോയിനെ തന്നെ സെക്കൻഡ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, നമുക്കിവിടെ ലഭിക്കും. വീണ്ടും ഫസ്റ്റ് റോയിനെ തന്നെ തേർഡ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, നിങ്ങളതിവിടെ എഴുതും. ഇനി നമ്മൾ രണ്ടാമത്തെ റോ എടുക്കുന്നു. രണ്ടാമത്തെ റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഇവിടെ, രണ്ടാമത്തെ റോ ഇൻറ്റു സെക്കൻഡ് കോളം ഇവിടെ, രണ്ടാമത്തെ റോ ഇൻറ്റു തേർഡ് കോളം ഇവിടെ. ഇനി നമ്മൾ തേർഡ് റോ എടുക്കുന്നു. തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഇവിടെ, തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ഇവിടെ, തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം ഇവിടെ. നമുക്ക് കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു AB എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് ലഭിക്കും. ഇനി AB കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ABനെ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ABയെ നമുക്ക് C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. C എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്. AB നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇതും സെയിം മെത്തേഡിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഫസ്റ്റ് റോ എടുക്കുന്നു, ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ എടുക്കുന്നു, സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ എടുക്കുന്നു, അതിനെ തേർഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. ഇനി സെക്കൻഡ് റോ എടുക്കുന്നു, ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. സെക്കൻഡ് റോ തന്നെ എടുക്കുന്നു, സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. സെക്കൻഡ് റോ തന്നെ എടുക്കുന്നു, തേർഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. ഇനി വീണ്ടും തേർഡ് റോയിലേക്ക് വരുന്നു. തേർഡ് റോ എടുക്കുന്നു, ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. തേർഡ് റോ എടുക്കുന്നു, സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. തേർഡ് റോ എടുക്കുന്നു, തേർഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ആൻസർ ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് AB × C എന്ന് പറയുന്ന ആൻസർ കിട്ടിയിരിക്കുന്നത് 14 8 40 -2 6 25 44 2 11 എന്നുള്ള ആൻസറാണ് അല്ലേ. അപ്പോൾ അതേ ആൻസർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ. A × BC എന്ന് പറയുന്നതും അപ്പോൾ സെയിം തന്നെയാണ്. അപ്പോൾ A × BC = AB × C എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഉത്തരമാണെന്ന് പറയാൻ സാധിക്കും. ഇനി നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. കുമാർ ബൈസ് 10 kg റൈസ്, 12 kg wheat
and 5 kg ragi. Rice cost rupees 30 per kg, wheat cost rupees 35 per kg and ragi cost rupees 10 per kg. ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ഐറ്റംസ് കുമാർ എന്ന് പറയുന്ന വ്യക്തി 10 കിലോ റൈസും 12 കിലോ വീറ്റും 5 കിലോ റാഗിയും വാങ്ങിച്ചു. ഓരോന്നിൻ്റെയും വിലകളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് യൂസിങ് മെട്രിക്സ്. നമുക്കിത് മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക. ഇവിടെ ക്വാണ്ടിറ്റീസ് ബോട്ട് ക്യാൻ ബി, നമുക്ക് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി നമുക്കിവിടെ ക്വാണ്ടിറ്റിയെ നമുക്ക് റോ മെട്രിക്സ് ആയിട്ടും ക്വാണ്ടിറ്റി ഇതുപോലെ റോ മെട്രിക്സ് ആയിട്ടും പ്രൈസിനെ നമുക്കൊരു കോളം മെട്രിക്സ് ആയിട്ടും എടുക്കാം. ഇവിടെ നോക്കുക 10, 12, 5 അല്ലേ, ക്വാണ്ടിറ്റി 10, 12, 5 അത് നമ്മൾ റോ മെട്രിക്സ് ആയിട്ട്, റോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, റോ മെട്രിക്സ് ആയിട്ട് എടുക്കുന്നു. ഇതിനെ പ്രൈസിനെ നമ്മൾ 30, 35, 10 ഒരു കോളം മെട്രിക്സ് ആയിട്ട് എടുക്കുന്നു. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് കിട്ടുക അല്ലേ. മെട്രിക്സ് ആയിട്ട് എഴുതിയില്ലെങ്കിലും അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ. ഓരോ ക്വാണ്ടിറ്റീനും അതിൻ്റെ പ്രൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത് തമ്മിൽ ആഡ് ചെയ്തെടുക്കുക. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നിരിക്കുന്നത്. ഒരു മെട്രിക്സ് രൂപത്തിൽ എഴുതി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നത് മാത്രം. ഇവിടെ ഈ റോയിനെ ഈ കോളം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ 1 by 1 മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവും ഒരൊറ്റ മെട്രിക്സ്, ഒരൊറ്റ ലൈൻ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ അത് തമ്മിൽ ആഡ് ചെയ്ത് അതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. നോക്കുക 10 into 30 പ്ലസ് 12 into 35 പ്ലസ് 5 into 10 അത് തമ്മിൽ കൂട്ടിയെടുക്കുക. 300 പ്ലസ് 425 പ്ലസ് 50. ഇപ്പോൾ ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ഇത്രയും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ അയാൾക്ക് കുമാറിന് ചിലവാകുന്ന പ്രൈസ് 770 റുപ്പീസ് ആയിരിക്കും. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് നമുക്ക് പഠിച്ചു വയ്ക്കാം. ഇനി ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ മെട്രിക്സിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. മെട്രിക്സുകൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ എന്താണ്, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ ചെയ്യും. അതിനുശേഷം നമുക്ക് ഡിറ്റർമിനൻ്റ് പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളോട് മെട്രിക്സിൽ നമുക്ക് പഠിച്ചെടുക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.